ജോസ് കെ മാണിയോട് സഭ പറഞ്ഞു ഇനി അവിടുന്ന് പോരുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു. ജോസ് കെ മാണിക്കും അതൃപ്തിയുണ്ട്. വി ഡി സതീശൻ പറഞ്ഞ വിസ്മയങ്ങൾ ഇപ്പോൾ ഒന്നൊന്നായി പുറത്തേക്ക് വരുന്നതോടുകൂടി വി ഡി സതീശൻ ഇപ്പോൾ ഒരു കെ കരുണാകരനായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. വേറൊരു സ്ലോഗൻ വരികയും അത്തരത്തിലൊരു കോൺസെൻട്രേഷൻ വരികയും അതിനുവേണ്ടിയുള്ള സന്ദർഭങ്ങൾ ഉണ്ടാകുകയും ചെയ്താലേ മാറ്റമുള്ളൂ. കാരണം അത് വരാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മോദി അമിത്ഷാ വരുമ്പോഴേ അതിൻ്റെ ടെമ്പോ കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ. പല LDF UDF ഫൈറ്റ് നടക്കുന്ന സ്ഥലങ്ങളിലും LDF നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. BJP ഉദ്ദേശിക്കുന്ന ഒരു ഹൈപ്പിലേക്ക് വരണമെങ്കിൽ വേറൊരു പോളറൈസേഷൻ ഉണ്ടാവണം. ആ പോളറൈസേഷനും പറ്റിയ സമയമാണ് എന്ന് തോന്നുന്നു. കാരണം ഇനി വരാൻ പോകുന്നത് ന്യൂനപക്ഷ ഭൂരിപക്ഷ ഒരു ദ്വന്ദ്വയുദ്ധത്തിനാണോ എന്ന് സംശയിക്കേണ്ടി, രാഷ്ട്രീയ ദ്വന്ദ്വയുദ്ധത്തിനാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. കേരള കോൺഗ്രസ് മാണി വിഭാഗം UDF പോയി എന്നുള്ള വാർത്ത LDF വലിയ പ്രഹരം തന്നെയാണ്, പിണറായിക്ക് വലിയ തിരിച്ചടി തന്നെയാണ്. ഈ തിരിച്ചടിയിൽ നിന്നും എത്രത്തോളം വേഗത്തിൽ അദ്ദേഹത്തിന് കരകയറാൻ സാധിക്കും? നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇത് LDF കണക്ക് പുസ്തകത്തിൽ എത്ര വലിയ നഷ്ടത്തിന് കാരണമാകും? പരിശോധിക്കാം നമുക്ക്. നമ്മോടൊപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാൽ MS. നമസ്കാരം സാർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. ജോസ് കെ മാണി തുറന്നു പറഞ്ഞിട്ടില്ല, പക്ഷേ ചർച്ചകൾ അത്തരത്തിൽ തന്നെയാണ്. UDF ക്യാമ്പിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് മാണി കോൺഗ്രസ് എന്നാണ് പറയുന്നത്. മാണി കോൺഗ്രസിനകത്ത് പിളർപ്പുണ്ടാകും എന്നും കേൾക്കുന്നുണ്ട്. അതായത് റോഷി അഗസ്റ്റിനും മറ്റുമൊക്കെ തന്നെ ഇവിടെ നിൽക്കും, ബാക്കിയുള്ളവരായിരിക്കും അങ്ങോട്ട് പോകുന്നത്. ഒരു വിഭാഗം ഇവിടെ നിൽക്കും, ബാക്കി അങ്ങോട്ടേക്ക് പോകും. ഏതായാലും ഈ ഒരു നഷ്ടം LDF സംഭവിക്കും എന്നുറപ്പാണ് എന്നാണ് അറിയുന്നത്. നമുക്കറിയാം, പിണറായി വിജയൻ എന്നുള്ളത് ഇന്ന് കേരള രാഷ്ട്രീയത്തിലുള്ളതിൽ വെച്ച് ഏറ്റവും കരുത്തനായ നേതാവാണ്. ഇന്ന് ജീവിച്ചിരിക്കുന്ന കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും കരുത്തനായ നേതാവ് തന്നെയാണ്. 10 വർഷത്തെ തുടർഭരണം, അതിനുശേഷം അദ്ദേഹത്തിന് കാലിടറുമോ അതോ പല തിരിച്ചടികളിലും പല കൊടുങ്കാറ്റിലും പിടിച്ചു നിന്ന ആ കരുത്തനായ നേതാവ് ഇതിനെയും അതിജീവിക്കുമോ? എന്ത് തോന്നുന്നു? ഈ ജോസ് കെ മാണിയുടെ കൂടുമാറ്റം പിണറായിക്ക് എത്രത്തോളം വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്? ജോസ് കെ മാണി നിൽക്കുമ്പോൾ തന്നെ ന്യൂനപക്ഷങ്ങൾ തങ്ങളോടൊപ്പം അധികമില്ല എന്ന് ഭയന്നിട്ടാണ് ഇന്നലെ പിണറായി വിജയൻ ഉണ്ണാവൃതമിരുന്നത്. കേന്ദ്രത്തിനെതിരെ, മോദിക്കെതിരെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ മുൻപിൽ അസുഖബാധിതനും കൂടെയായ പിണറായി വിജയൻ ഉണ്ണാവൃതമിരുന്നു എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അദ്ദേഹത്തിന് അതിന് ലക്ഷ്യമുണ്ടായിരുന്നു. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് ഏറ്റവും വലിയ ക്ഷീണമുണ്ടായത് ന്യൂനപക്ഷങ്ങളുടെ ഭാഗത്തു നിന്നാണ്. ഏതാണ്ട് ന്യൂനപക്ഷ കോട്ടകളെല്ലാം, മുസ്ലിം കോട്ട മുമ്പേ പോയി എന്ന് കരുതിയതാണ്, പക്ഷേ എന്നാൽ ക്രിസ്ത്യൻ കോട്ടയും ഇങ്ങനെ പോകുമെന്ന്, പ്രത്യേകിച്ച് ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം എന്നീ സ്ഥലങ്ങളിൽ വന്ന പരാജയങ്ങൾ, കണ്ണൂരിൻ്റെ തന്നെ പല ഭാഗങ്ങളിലും വന്ന പരാജയങ്ങൾ, മലയോര പ്രദേശങ്ങളിലെ പല പ്രദേശങ്ങളിലും ഉണ്ടായിട്ടുള്ള പരാജയങ്ങൾ, ഇതെല്ലാം ന്യൂനപക്ഷങ്ങളെ തങ്ങളോടൊപ്പം നിർത്തിയേ പറ്റൂ, കുറച്ചെങ്കിലും, എങ്കിലേ എനിക്ക് 60-70 ആക്കി മാറ്റാൻ പറ്റൂ. ഇപ്പോൾ തദ്ദേശ സംവരണത്തിൽ ഒരു ലീഡ് ഉണ്ടെന്ന് പറയുന്നത് 60-നെ 70 ആക്കണമെങ്കിൽ അത് വേണം എന്ന് കരുതിയിരിക്കുമ്പോഴാണ് എന്താണ്ട് ഇടിവെട്ടിയവൻ്റെ പാമ്പ് കടിച്ചു എന്ന് പറയുന്ന പോലെ വല്ലാത്തൊരു പ്രതിസന്ധിയിൽ അദ്ദേഹം വന്ന് പെട്ടിരിക്കുന്നത്. തിരിച്ചു കരകയറാം എന്നൊക്കെ കഴിഞ്ഞ, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റ തിരിച്ചടി അത് കരകയറാവുന്ന തിരിച്ചടിയേ ഉള്ളൂ നമ്മളും പറഞ്ഞിരുന്നു. കാരണം 59-79 എന്നൊരു 10 സീറ്റിന്റെ വ്യത്യാസം, ആ ഒരു വ്യത്യാസമാണ് നമ്മൾ കണ്ടിരുന്നത്. എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കാം. പ്രത്യേകിച്ച് BJP ത്രികോണ മത്സരവും കൂടെ ഒക്കെ വരുമ്പം കുറെ സാധ്യതകൾ തെളിയും എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ന്യൂനപക്ഷത്തിന്റെ കുറച്ച് വോട്ടുകൾ കൂടി കയ്യിൽ പിടിക്കണം. അപ്പൊ അതിനാണ് അദ്ദേഹം ഒരു കേന്ദ്രവിരുദ്ധ സമരത്തിനായിട്ട് ഉണ്ണാവൃതം തിരുവനന്തപുരത്ത് തന്നെ ഇരുന്നത്. അദ്ദേഹം ഡൽഹി പോയാണ് അങ്ങനെ ഒരു സമരം നടത്തുകയോ അല്ലെങ്കിൽ അവിടെ പോയി ആവശ്യം ഉന്നയിക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ എങ്കിൽ തിരുവനന്തപുരത്ത് തന്നെ ഇരുന്ന് അദ്ദേഹം നടത്തിയത്. എല്ലാവർക്കും പൂർണ്ണമായി ബോധ്യം വരണം, ഞാൻ നരേന്ദ്രമോദിക്കെതിരാണ്, കേന്ദ്ര ഗവൺമെൻറ്റിനെതിരാണ്, പൂർണ്ണമായും ആ ഒരു BJPക്ക് എതിരാണ് എന്ന് തോന്നുന്ന വിധത്തിൽ ഒരു പ്രകടനം എനിക്ക് കാഴ്ചവെക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് അദ്ദേഹം ഇവിടെയും നടത്തിയത്. പക്ഷെ അത് ചിറ്റിപ്പോയെന്ന് മാത്രമല്ല, അദ്ദേഹം അവിടെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാൽക്കീഴിൽ അവശേഷിച്ചിരുന്ന
പിന്നോക്ക ന്യൂനപക്ഷത്തിൻ്റെ പ്രതിനിധിയായ ജോസ് കെ മാണിയും പോയി കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് സത്യം. ജോസ് കെ മാണി എന്നല്ല, ഒരാഴ്ച മുമ്പേ ഏതാണ്ട് പോയി കഴിഞ്ഞിരുന്നു. അല്ല, നമ്മൾ പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്തിരുന്നതാണ്. കാരണം ഈ കേരള കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിലേക്ക് വന്നപ്പോൾ, മാണി കോൺഗ്രസ് എൽ ഡി എഫിലേക്ക് വന്നപ്പോൾ നേതാക്കൾ പരിഗണിക്കപ്പെട്ടു. പക്ഷേ അണികൾക്കിടയിൽ വലിയ ഒരു ധർമ്മസങ്കടം നിലനിന്നു. അവരുടെ ആത്മാവ് അവിടെയും ശരീരം ഇവിടെയും എന്നുള്ള ഒരു ധർമ്മസങ്കടം. അതായത് ആത്മാവ് യു ഡി എഫിലും ശരീരം എൽ ഡി എഫിലും എന്ന ഒരു പ്രതീതിയാണ്, അല്ലെങ്കിൽ ആ ഒരു മനസ്സിൽ അത്തരത്തിലൊരു ചിന്ത അവരെ ഇങ്ങനെ കുഴക്കിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് പലപ്പോഴും ഈ വോട്ടിങ്ങിലൊക്കെ തന്നെ അത് പ്രതിഫലിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ കണ്ടതാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഇതിപ്പോ എനിക്ക് തോന്നുന്നു ഈ അവരെല്ലാം ആഗ്രഹിച്ച ഒരു മാറ്റമാണ് എന്ന് തോന്നുന്നത്. നേതാക്കളും തൃപ്തരായിരുന്നില്ല, ജോസ് കെ മാണിയും തൃപ്തനായിരുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് പക്ഷേ ഞാൻ ചോദിച്ചോട്ടെ സാറേ, ഈ എൽ ഡി എഫ് നന്നായി അദ്ദേഹത്തെ പരിഗണിച്ചില്ലേ? ഈ എന്താണ്, രാജ്യസഭാംഗത്വം കൊടുത്തു, അതുപോലെ തന്നെ മത്സരിക്കുവാൻ 13 സീറ്റ് കൊടുത്ത് അതിൻ്റെ 12 മത്സരിച്ചു. എന്നിട്ടും എല്ലാ തരത്തിലും അദ്ദേഹത്തിന് പരിഗണന കൊടുത്തു ജോസ് കെ മാണിക്ക്. ജോസ് കെ മാണി അല്ലെങ്കിൽ പിന്നെ കേരള കോൺഗ്രസിൻ്റെയൊക്കെ എപ്പോഴത്തെ ആഗ്രഹം എന്താണ്? ഭരണത്തിൽ ഇരുന്നു കൊണ്ട് മാക്സിമം ആനുകൂല്യങ്ങൾ തങ്ങൾക്ക് പിടിച്ചു പറ്റുക, വ്യക്തിപരമായിട്ട് കിട്ടുന്നത് പിടിക്കുക, അതോടൊപ്പം തന്നെ സമുദായത്തിന് കിട്ടുന്നത് പിടിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അത് ഇവിടെ അധികം നടന്നില്ല എന്നുള്ളതാണ് അവരെ വിഷമിപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യം. സമുദായത്തിന് പ്രത്യേകിച്ച് യാതൊന്നും തന്നെ ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അവരെ വലിയ വേദനിപ്പിക്കുന്നുണ്ട്. ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് അവിടെ കൂട്ടി വെച്ചിരിക്കുകയായിരുന്നു. മാണിയോട് ചോദിക്കുന്നുണ്ടായിരുന്നു സഭ, നീ എന്ത് ചെയ്യുന്നു? ആ റിപ്പോർട്ട് കൊണ്ടുവന്നിട്ട് ആ റിപ്പോർട്ട് നിങ്ങൾക്ക് എന്തോ ഭയങ്കരം തരുമെന്നല്ലേ പറഞ്ഞേ. അവസാനം പിണറായി വിജയൻ ഒരു പ്രഖ്യാപനം നടത്തി, അതിൽ ഏതാണ്ടെല്ലാം ഞാൻ ക്രിസ്ത്യാനികൾക്ക് കൊടുത്തു കഴിഞ്ഞു, ഇനി അവശേഷിക്കുന്ന ചിലത് ഭരണഘടനാപരമായ പ്രശ്നങ്ങളുള്ളതോ അല്ലെങ്കിൽ എന്തെങ്കിലും നിയമപരമായ തീരുമാനങ്ങൾ എടുക്കേണ്ടതോ ഒക്കെയാണ്, ബാക്കിയെല്ലാം ഞാൻ ക്ലിയർ ചെയ്തിരിക്കുകയാണെന്നും കൂടെ പറഞ്ഞപ്പോൾ ജോസ് കെ മാണിയോട് സഭ പറഞ്ഞു, ഇനി അവിടുന്ന് പോരുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു. ജോസ് കെ മാണിക്കും അതൃപ്തിയുണ്ട്. കാരണം ഇവിടെ വന്നതിന് ശേഷം ഗതി പിടിച്ചിട്ടില്ല. പാലാ മണ്ഡലത്തിൽ തോൽക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ 2021 പാലാ മണ്ഡലത്തിൽ തോറ്റു. മാണി സി കാപ്പൻ വലിയ ഭൂരിപക്ഷത്തോടു കൂടി അവിടുന്ന് ജയിക്കുന്നു. തനിക്ക് ഒരു മന്ത്രിയാകാനുള്ള അവസരം അങ്ങനെ നഷ്ടപ്പെടുന്നു. പിന്നെ രാജ്യസഭയിലേക്ക് പോയി എന്നുള്ളതല്ലാതെ അദ്ദേഹത്തിന് വേറെ ഗുണമൊന്നും കിട്ടിയില്ലല്ലോ. അപ്പൊ ഈ വിധത്തിൽ അദ്ദേഹം വളരെ ബുദ്ധിമുട്ടി നിൽക്കുക. അതുകൊണ്ടാണ് റോഷി അഗസ്റ്റിന് ഇങ്ങനെ ഒരു സ്ഥാനം കിട്ടിയത്. അപ്പോൾ റോഷി അഗസ്റ്റിന് അവിടെ നിൽക്കുന്നതിൻ്റെ കാര്യം ഒന്നുണ്ട്, കൂടെ പോകേണ്ടതാണ് റോഷി അഗസ്റ്റിനും. റോഷി അഗസ്റ്റിനും പോകാത്തതിൻ്റെ കാരണം അവിടെ പോയാൽ ഇയാളുടെ കീഴിൽ വീട്ടിൽ നിൽക്കുകയും അവിടെ പോയാൽ തനിക്ക് മന്ത്രിയാകാൻ പറ്റുമെന്ന് തന്നെ സംശയവുമാണ്. അതേസമയം ഇവിടെ നിന്നാൽ ഇന്നല്ലെങ്കിൽ നാളെയെങ്കിലും മന്ത്രിയാകാം. നാളെ ചിലപ്പോൾ ഒരു ജോസഫായിട്ട് ഈ റോഷി അഗസ്റ്റിൻ മാറിയേക്കാം. ഒരു ജോസഫ് ഗ്രൂപ്പിന്റെ അഭാവം ഇപ്പോൾ കിടപ്പുണ്ട്. ജോസഫിന്റെ വാർദ്ധക്യവും മറ്റു കാരണങ്ങളും ഉണ്ട്. അപ്പോൾ റോഷി അഗസ്റ്റിന് ചിലപ്പോൾ ഒരു ജോസഫ് ഗ്രൂപ്പായി കേരള കോൺഗ്രസിനെ ഉയർത്തിക്കൊണ്ടുവന്ന് ഇവിടെ നിൽക്കാനുള്ളൊരു തട്ടകം കിട്ടുകയാണെങ്കിൽ, അപ്പോൾ ഒന്നാമനായ തനിക്ക് എവിടെ പോയാലും പിന്നെ മന്ത്രിസ്ഥാനം കിട്ടും. അങ്ങനെ വളരും തോറും വളരുന്ന കേരള കോൺഗ്രസിന് മറ്റൊരു നേതാവിനെയും മറ്റൊരു വിഭാഗത്തിനെയും കൂടെ ഇപ്പോൾ കിട്ടാൻ പോകും. പിന്നെ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ആര് കൂടെ കൂടിയാലും പോകുമ്പോൾ ഒരു വാല് അല്ലെങ്കിൽ ഉടല് ഇവിടെ കാണും, തൻ്റെ കൂടെ വെച്ചിട്ടേ വിടുകയുള്ളൂ. അതിന് യാതൊരു മാറ്റവും ഇല്ല. അത് ഇവിടെയും സംഭവിച്ചു എന്നുള്ളത്. പക്ഷേ ഞാൻ ചോദിച്ചോട്ടെ സാറേ, ഇത് വല്ലാത്തൊരു തിരിച്ചടിയായി പോയെന്ന് തോന്നുന്നു. ഈ ആകെ ശനി പിടിച്ച അവസ്ഥയിലാണെന്ന് തോന്നുന്നു പിണറായി വിജയൻ. എന്ത് തോന്നുന്നു അങ്ങേക്ക് ആ കാര്യത്തിൽ? അല്ലേ, ഇപ്പം ഞാൻ കേൾക്കുന്നത് ഈ ജ്യോത്സ്യൻ അദ്ദേഹത്തോട് പറഞ്ഞു എന്ന് പറഞ്ഞത് ഞാനത് ശരിക്കും വിശ്വസിച്ചില്ല. പക്ഷെ എനിക്കും ഇപ്പം തോന്നുകയാണ് ശനിദശ അദ്ദേഹത്തിനെ ബാധിച്ചിരിക്കുന്നു എന്നുള്ളത്. ഈ കറുത്ത കാർ ഉപയോഗിക്കണമെന്നും അതുപോലെ തന്നെ വലിയ അയ്യപ്പ സംഗമം നടത്തി അന്നത്തെ ആ ദോഷത്തിന് പരിഹാരം ചെയ്യണമെന്നൊക്കെ പറഞ്ഞത്, ആചാര ലംഘനത്തിന് പരിഹാരം ചെയ്യണം എന്നൊക്കെ പറഞ്ഞത് ഏറ്റില്ല എന്നുള്ളതാണ് ഇപ്പൊ കാണുന്നത്. അടിക്കടി പരാജയങ്ങൾ വരുന്നു എന്നുള്ളതാണ്. പിന്നെ അദ്ദേഹത്തിന് വേറൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ കൂടെ നിൽക്കുന്നവരെ, അത് വലിയവരാണെങ്കിൽ കൂടെ നിർത്താതിരിക്കുന്ന അല്ലെങ്കിൽ അവരെ ഒന്ന് വെട്ടി നിർത്തുന്ന ഒരു ശൈലി അദ്ദേഹത്തിനുണ്ട്. വെട്ടി നിർത്തും. ആ വെട്ടി നിർത്തലിലാണ് ഇപ്പൊ ഐഷ പോറ്റി വരെ ഇന്ന് സങ്കടം പറഞ്ഞിരിക്കുന്നത്. അവര് നേരിട്ട് പറഞ്ഞില്ലെങ്കിലും എനിക്കുണ്ടായ വലിയ ആൾക്കാരിൽ നിന്ന് എനിക്കുണ്ടായ ദുഃഖം എത്രമാത്രമാണെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഇത് ഇവിടെയൊന്നുമല്ല, പിന്നെ VS അച്യുതാനന്ദന്റെ ദുഃഖം നമ്മൾ കണ്ടതാണ്. 2016 ധർമ്മടത്ത് പോയി പ്രചരണം നടത്തി. അദ്ദേഹം പ്രതീക്ഷിച്ചത് 2.5 വർഷം താൻ മുഖ്യമന്ത്രിയായിരിക്കും, അതിനുശേഷം ഒരു ഹാൻഡിങ് ഓവർ ആയിരിക്കും എന്നുള്ളതാണ്. അതാണ് അദ്ദേഹത്തിന് ധരിപ്പിച്ചിരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അദ്ദേഹം നിരാശനായി ഇറങ്ങിപ്പോകേണ്ടി വന്നു. അദ്ദേഹത്തിന് സ്ട്രോക്ക് വന്നത് പോലും അതിൻ്റെ ഭാഗമാണോ എന്ന് സംശയിക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവിടെ അങ്ങനെ സംഭവിച്ചു.
അതുപോലെ തന്നെ കോടിയേരി ബാലകൃഷ്ണന് അദ്ദേഹത്തിന് എന്തെല്ലാം പിന്തുണ കൊടുത്തിട്ടും വേണ്ട സമയങ്ങളിലൊന്നും ഒരു സ്നേഹവായ്പ കിട്ടിയില്ല എന്നൊരു വിഷമം അദ്ദേഹത്തിനുണ്ടായിരുന്നു. മരണത്തിൽ അതുപോലെ തന്നെ വേണ്ട പിന്തുണ കിട്ടിയില്ലയോ എന്നൊരു വിഷമം ഉണ്ടായിരുന്നു. ഓക്കെ. ഇതിന് ഉമ്മൻചാണ്ടി എന്ന ജനകീയ നേതാവിന് അവസാനം അനുഭവിക്കേണ്ടി വന്ന വേദനകൾ, സ്ത്രീ പീഡനം സോളാർ പോലുള്ള കേസുമായി ബന്ധപ്പെട്ട് സോളാർ കേസുമായി ബന്ധപ്പെട്ട് വന്ന പ്രശ്നങ്ങൾ, ഇങ്ങനെ നമ്മളിങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഓരോരുത്തരായിട്ട് ഈ വേദനകൾ പറയുന്ന ഒരുപാട് സന്ദർഭങ്ങൾ വന്നിട്ടുള്ളതൊക്കെ എങ്ങനെ ഫലിച്ചിട്ടുണ്ടാവും, ഏറ്റിട്ടുണ്ടാവും എന്നുള്ളത് അദ്ദേഹം ജഡ്ജ് ചെയ്തിട്ടുണ്ടോ എന്ന് ഈ എനിക്കറിയില്ല. 58 വെട്ടിന് പിന്നിലും ആരോപണം പോകുന്നത് ഇദ്ദേഹത്തിന് നേരെയാണ്. അതെ, 58 വീട്ടിൻ്റെ അന്ന് കുഞ്ചനന്ദനിൽ വന്ന് അത് നിന്ന പോലെയാണ് ഇപ്പം പിന്നെ ഈ നമ്മുടെ ഇപ്പോൾ സോളാറിൻ്റെ ഇപ്പോഴത്തെ സ്വർണ്ണ കേസിലും വന്ന് നിൽക്കുന്നതെന്നാണ് പറയുന്നത്. പത്മകുമാറിൽ തുടങ്ങി പത്മകുമാറിൽ അവസാനിക്കുന്നത്, പിന്നെ അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇടാനായിട്ടൊരു തന്ത്രിയെ, അപ്പം തന്ത്രി ശാപവും ഉണ്ടോ എന്ന് ചിലർ പറയുന്നുണ്ട്. ഓക്കെ. കാരണം 2 ദിവസമായിട്ട് 24 മണിക്കൂറായിട്ട് തന്ത്രി ആകെ തളർന്ന് നിൽക്കുകയാണ്. അപ്പോൾ തന്ത്രിയുടെ ശാപവും എങ്ങനെ ഏറ്റിരിക്കും എന്നുള്ളതാണ് പലരും ചോദിക്കുന്നത്. കാരണം എല്ലാം തന്ത്രിയിൽ കൊണ്ട് കെട്ടിയിടാം എന്നുള്ള എല്ലാം ചിന്തയായിരിക്കും. തന്ത്രിയിൽ കൊണ്ട് അവസാനിപ്പിക്കാം. അതായത് തന്ത്രിയുടെ ജോലി ആചാരാനുഷ്ഠാനങ്ങൾ നടത്തിക്കൊണ്ട് പോവുകയാണ്. പക്ഷേ എന്നാൽ ശബരിമലയുടെ മുഴുവൻ സംരക്ഷണവും ദേവസ്വം ബോർഡിനേക്കാൾ കൂടുതൽ ഉത്തരവാദിത്വം, ദേവസ്വം ബോർഡ് മെമ്പറേക്കാൾ കൂടുതൽ ഉത്തരവാദിത്വം, പ്രസിഡന്റിനേക്കാൾ കൂടുതൽ ഉത്തരവാദിത്വം, 2 ബോർഡുകളേക്കാൾ ഉത്തരവാദിത്വം, 2 മന്ത്രിമാരെ, ദേവസ്വം ബോർഡ് മന്ത്രിമാരെക്കാൾ ഉത്തരവാദിത്വം, ഇവരെയൊക്കെ നിയമിക്കുന്ന മന്ത്രിസഭയേക്കാൾ ഉത്തരവാദിത്വം ഈ അയ്യപ്പദാസനാണ് എന്ന് വരുന്നത് അദ്ദേഹത്തിനെ വളരെയധികം വേദനിപ്പിച്ചിരിക്കാം. ഒരുപക്ഷെ അദ്ദേഹത്തിനൊക്കെ മൗനാനുവാദം കൊടുക്കുകയോ കൂട്ടുനിൽക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ എങ്കിൽ പോലും തനിക്ക് കിട്ടിയ പീഡനം, തനിക്ക് കിട്ടിയ ശിക്ഷ വലുതായി പോയി എന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ അതും പ്രശ്നമായി വരാം. ഈ വേദന എന്ന് പറയുന്നത് പണ്ട് ശ്രീനാരായണ ഗുരു കുമരകത്തെങ്ങാണ്ട് പോയി ഒരു വള്ളത്തിൽ പോയി, എൻ്റെ മുത്തശ്ശൻ പറഞ്ഞൊരു കഥയാണ്. വള്ളത്തിലിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ വള്ളക്കാരൻ, അപ്പോൾ അവിടെ ഒരു രാമായണ മഹാഭാരതം പരിപാടി നടക്കുകയാണ്. അപ്പോൾ അതിൽ ഇയാളും കൂടെ പോയിട്ട് കേട്ടിട്ട് തിരിച്ചു വരുമ്പം ശ്രീനാരായണ ഗുരുവിൻ്റെ പറഞ്ഞു, എനിക്ക് ഈ അങ്ങ് പറയുന്നത് കേട്ടു, ഈ രാമായണ മഹാഭാരതമൊക്കെ എന്തെങ്കിലുമൊക്കെ വായിച്ച് അറിവ് കിട്ടാത്തവരുടെ ജീവിതം വ്യർത്ഥമാണെന്ന് പറയുന്നത് കേട്ടു. അപ്പം എൻ്റെ ജീവിതം വ്യർത്ഥമായി പോയല്ലോ എന്ന് ഈ വള്ളക്കാരൻ പറയുകയാണ്. അപ്പം നാരായണ ഗുരു പറഞ്ഞത്, ഇല്ല, എനിക്ക് വായിക്കാൻ അറിയില്ല, എഴുതാൻ അറിയില്ല, സംസ്കൃതം അറിയില്ല, മലയാളം അറിയില്ല, ഒന്നും അറിയില്ല എന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, നിനക്കൊരു പ്രശ്നമില്ല. ഈ മഹാഭാരതത്തിൻ്റെയും രാമായണത്തിൻ്റെയും ഒരു ചുരുക്കം 2 വാക്കിൽ ഞാൻ പറഞ്ഞുതരാം. 2 വാചകങ്ങൾ. ഒന്ന്, ഞാൻ ആരെയും നോവിക്കില്ല. രണ്ടാമത്തത്, ഞാൻ അറിഞ്ഞുകൊണ്ടൊരു തെറ്റും ചെയ്യില്ല. ഇത് നീ രാവിലെ എണീക്കുമ്പോൾ പറഞ്ഞാൽ മതി. ഇത് രാമായണത്തിൻ്റെയും മഹാഭാരതത്തിൻ്റെയും ചുരുക്കമാണ്. രാത്രി ഉറങ്ങുമ്പോഴും ഞാൻ ആരെയെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടോ, ഞാൻ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ എങ്കിൽ ക്ഷമിക്കണേ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് പറയാം. കിടക്കാൻ നേരത്ത് ഞാനിനി ആരെയും നോവിക്കില്ല, ആരെയും ആ ഒരു തെറ്റും ചെയ്യില്ല, ഈ 2 കാര്യം പറ, നാളെ രാവിലെ എണീറ്റ് ഇത് പറയാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോന്നു എന്നാണ് പറയുന്നത്. 10 വർഷം കഴിഞ്ഞപ്പോൾ നാരായണ ഗുരു പിന്നീട് അവിടെ ചെന്നപ്പോഴാണ് ഇനി വള്ളക്കാരൻ ഒരു വലിയ മുനിശ്രേഷ്ഠനെ പോലെ അവിടെ ഒരു സന്യാസിവര്യനായി മാറി എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ ഒരാളെ വേദനിപ്പിച്ചാൽ അതിനൊരു റിഫ്ലക്ഷൻ അതിഭയങ്കരമായിരിക്കും. നമ്മളൊരു തെറ്റ് ചെയ്താൽ ആ തെറ്റിന് എന്ത് പരിഹാരക്രിയ ചെയ്താലും അത് പരിഹാരമാവില്ല എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള പൂർവികരൊക്കെ ഒത്തിരി കഥകളിലൂടെ നമുക്ക് മോശം കാര്യങ്ങൾക്ക് മോശം റിഫ്ലക്ഷനും നല്ല കാര്യങ്ങൾക്ക് നല്ല റിഫ്ലക്ഷനും ഉണ്ടാവും. ഗുരുവിന്റെ വാക്ക് അത് നമ്മൾ എത്ര കേമനായാലും അതെ, നമുക്കതിൽ നിന്ന് തിരിച്ചെടുക്കാൻ കഴിയില്ല. ശാപം അത് ഭയങ്കരമാണ്. ശാപം ഏറ്റു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, കർണൻ്റെ അത്രയും ശക്തിയുള്ള ഒരു യോദ്ധാവ് അവിടെ ഇല്ലായിരുന്നു. അർജുനനൊന്നും ഒന്നുമല്ല കർണൻ്റെ മുമ്പിൽ. പക്ഷേ ഗുരുവിൽ നിന്നേറ്റ ഒരു ശാപമാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിന് കാരണമാക്കിയത്. വേറൊന്നുമല്ല, എല്ലാത്തിലും അദ്ദേഹത്തിനെ കൊല്ലാൻ ആർക്കും കഴിയില്ല, നിഗ്രഹിക്കാൻ കഴിയാത്തൊരു മനുഷ്യനാണ്. ആ മനുഷ്യൻ ശാപമേറ്റത് മാത്രമാണ്. അപ്പം ശാപത്തിനും ഈ പാപത്തിനും നോവിക്കുന്നതിനും തെറ്റിനും ഒക്കെ ഒരു റിഫ്ലക്ഷൻ ഉണ്ട് എന്നുള്ളത് പലരും ഇപ്പോഴൊക്കെ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പറഞ്ഞിട്ടുള്ളത്. അതിന് പരിഹാരക്രിയകളും പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും പറയുന്നത്. ഇതെല്ലാം ഊഹാപോഹങ്ങളാണ്. പക്ഷെ എന്തായാലും അനുഭവങ്ങൾ ഒന്നൊന്നായി നമ്മൾ നോക്കുമ്പോൾ പലവിധ തിരിച്ചടികൾ അദ്ദേഹത്തിന് നേരിടുന്നത്, ഇത്ര കരുത്തനായ ഒരു മനുഷ്യന് നേരിടുന്നത് എന്തുകൊണ്ടാണ് എന്ന് സമൂഹം ചിന്തിക്കേണ്ട സമയമെങ്കിലുമായി എന്ന് എനിക്ക് പറയാനുള്ളൂ. അല്ല, ഇതിപ്പോൾ നോക്കുമ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ ഒന്നിനു പിറകെ ഒന്നായി തിരിച്ചടികൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്.
ശബരിമല ആചാര ലംഘനവുമായി ബന്ധപ്പെട്ട് കുറേയേറെ കാര്യങ്ങൾ അതിനുശേഷം നമ്മൾ നോക്കുമ്പോൾ ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട്, അന്നേ പറഞ്ഞതാണ് അയ്യപ്പനെ തൊട്ട് കളിക്കരുത് എന്ന്. അപ്പോൾ ഓക്കെ, ഇതിപ്പോൾ നമുക്ക് എല്ലാത്തിനും തെളിവ് വേണ്ട ഒരു സാഹചര്യമാണ്. എല്ലാവരും ചോദിക്കും അതൊക്കെ വെറും മിഥ്യാധാരണയാണ്, അത്തരത്തിലൊന്നില്ല എന്നാണ് ഓരോരുത്തർ മറുവശം പറയുന്നത്. എന്തോ ആയിക്കൊള്ളട്ടെ. പക്ഷേ അതിനുശേഷം നോക്കുമ്പോൾ പലതരത്തിൽ അദ്ദേഹത്തിനെതിരെ നീക്കങ്ങൾ ഉണ്ടാകുന്നു. അത് പല കാര്യത്തിൽ അദ്ദേഹം വലയുകയാണ് എന്ന് പറയുന്നുണ്ട് പലരും. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോലും കേസും അന്വേഷണവും പുക്കാറും ഒക്കെ വന്നിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലേക്കൊക്കെ തന്നെ പോകുമ്പോൾ അദ്ദേഹം ആകെ മാനസികമായി തളർന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കൊണ്ട് ഇരിക്കുന്നു എന്നുള്ളതാണ് ഓരോരുത്തരും മനസ്സിലാക്കുന്നത് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഡൽഹിയിൽ മകളുടെ പേരിലുള്ള കേസ് വീണ്ടും പൊങ്ങി വരാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നു. ഇനി വരുന്ന ദിവസങ്ങളിൽ അദ്ദേഹത്തിന് ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വരുന്നതാണ് എന്നുള്ളതാണ് നമുക്ക് കാണേണ്ടത്. ഇതിനിടയ്ക്ക് വലിയൊരു പോരാട്ടം നയിക്കുകയും വേണം. പോരാട്ടം നയിക്കുന്നതിന് പാർട്ടിക്കുള്ളിൽ തന്നെ പൂർണ്ണമായി എല്ലാവരെയും ഒത്തുനിർത്തണം, പിന്തുണയോടെ നിർത്തണം. അപ്പോൾ പലരും പാർട്ടിയിൽ നിന്ന് ചാടിപ്പോകുന്നു. ഷാപ്പുറ്റി പോയത് പിന്നെ അവരെ മാറ്റി നിർത്തിയിരുന്നതാണ്. പക്ഷേ എങ്കിൽ പോലും അവർ പോയത് കൊട്ടാരക്കര എന്ന നിയോജകമണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം ബാലഗോപാലൻ എന്നുള്ള നമ്മുടെ ധനകാര്യമന്ത്രിക്ക്, അദ്ദേഹം കേന്ദ്രത്തിനെതിരെ സമരം ചെയ്തുകൊണ്ടിരുന്ന അന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ കസേരയ്ക്ക് പണി വന്നു എന്നുള്ളത് വേറൊരു വിധി വൈപരീത്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, ഞാൻ ചോദിച്ചോട്ടെ സാറേ, ഇത്തരത്തിൽ ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാർ അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോയി എന്ന് ഓരോരുത്തർ പറയുന്നുണ്ട്. അന്ന് വളരെ സീനിയർ ആയിട്ടുള്ളതും സീസൺഡ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസ് ആണ് ഓരോ വകുപ്പുകളെ ഹാൻഡിൽ ചെയ്തിരുന്നത്. അവരെയൊക്കെ മാറ്റി നിർത്തുന്നു. അതെ, അതിന് എന്ത് ന്യായീകരണമുണ്ട്? നമുക്ക് സാധാരണക്കാർക്ക് ബോധ്യമാകുന്ന വിധത്തിലുള്ള എത്ര ന്യായീകരണങ്ങൾ നൽകാൻ സാധിക്കുമെന്നുള്ളതാണ് പലരും ചോദിക്കുന്നത്. രണ്ട്, ആ പരിചയസമ്പന്നരുടെ ആ ഭാവം ഈ രണ്ടാം പിണറായി സർക്കാരിനെ വല്ലാതെ അങ്ങ് ബാധിച്ചിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. കാരണം ഈ ഒരു മന്ത്രിപദം എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല, കളിച്ച കളിയല്ല. തീർച്ചയായിട്ടും അല്ല. അപ്പോൾ അത്തരത്തിൽ ആ കാര്യം ഹാൻഡിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ പരിചയസമ്പത്ത് വേണം. അപ്പോൾ ജി സുധാകരൻ വളരെ മനോഹരമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വകുപ്പ് ഹാൻഡിൽ ചെയ്തത്. എതിരാളികൾ പോലും കൈയടിച്ചൊരു മന്ത്രിയാണ് അദ്ദേഹം. തോമസ് ഐസക്, പരാതികൾ പലതുണ്ടെങ്കിലും ധനകാര്യ വകുപ്പ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഭദ്രമായിരുന്നു എന്നാണ് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. വാദങ്ങളുണ്ട് എങ്കിൽ പോലും പിന്നെ ഉരുട്ടിക്കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു. അതുപോലെ തന്നെ ശൈലജ ടീച്ചറിനെ എന്ത് പറഞ്ഞ് നമുക്ക് മാറ്റി നിർത്തലിനെ ന്യായീകരിക്കാൻ സാധിക്കും? അദ്ദേഹത്തെ തീർച്ചയായിട്ടും സാധിക്കില്ല എന്ന് മാത്രമല്ല, അവരുടെയും മുഖം ഞാൻ അന്ന് ഓർക്കുന്നുണ്ട്. 2016 ഇങ്ങനെ ഓരോ മന്ത്രിമാരെയും എംഎൽഎമാരെയും കണ്ടിങ്ങനെ പോകുമ്പോൾ അവരുടെ അടുത്ത് വന്നപ്പോൾ പിന്നെ അവരെ ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്ന വിധത്തിൽ പോവുകയും അവർക്കത് വലിയ വിഷമമായി നിൽക്കുന്നതും ഒക്കെ ഞാൻ ഇപ്പോഴും മനസ്സിൽ ആലോചിച്ച് പോവുകയാണ്. അതെ, അപ്പോൾ ഒരുപാട് പേർക്ക് നോവുണ്ടായിട്ടുണ്ട്. ജി സുധാകരൻ വളരെ വിഷമത്തിലാണ് ഈ അടുത്ത കാലങ്ങളിൽ പോലും സംസാരിച്ചിരുന്നതും പറഞ്ഞത്. അദ്ദേഹത്തെ പറ്റി എതിരാളികൾ പോലും പറയുന്ന സത്യസന്ധനായ പൊളിറ്റീഷ്യൻ ആണെന്നാണ്. തീർച്ചയായിട്ടും ദേവസ്വം ബോർഡൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഭദ്രമായിട്ട് പോയിരുന്ന സ്ഥാനങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്നെങ്കിൽ അത് നല്ല രീതിയിൽ പോകുമെന്ന് എല്ലാവരും പറയാറുള്ളതാണ്. അതെ, കള്ളത്തരങ്ങൾക്ക് കൂട്ടു നിൽക്കാത്തൊരു പൊളിറ്റീഷ്യനാണ് അദ്ദേഹം. അത് കടുകട്ടിയായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പൊ അത്തരത്തിലുള്ള കുറേയേറെ പേരെ വേദനിപ്പിച്ചതിന്റെ ശിക്ഷയാണെന്നാണ് പലരും പറയുന്നത്. ഓക്കെ, നമ്മൾ ഈ വേദനയുടെയും ശിക്ഷയുടെയും കാര്യത്തിന് അപ്പുറത്തേക്ക് കണക്കുകളുടെ കാര്യത്തിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിലും അതാണ് നമുക്ക് പ്രധാനം. പൊളിറ്റിക്സിൽ കണക്കുകളാണ് വേണ്ടത്. അപ്പൊ കണക്കുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ഈ 3 ജില്ലകളിൽ ഇടതിന് ഇനി കാലുറച്ച് നിൽക്കാൻ ഏതെങ്കിലും സ്പോട്ടുണ്ടോ എന്ന് സംശയമാണ്. ആലപ്പുഴയിൽ ഒരു ഭാഗവും UDFിൻ്റെ ഒപ്പം നിൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇനിയിപ്പോൾ കൊല്ലത്തിൻ്റെ പല ഭാഗങ്ങളും LDFിൽ നിന്ന് അടർന്നു പോകാനുള്ള സാധ്യതയും കാണുന്നു. വളരെ LDFിന് പിന്നെ വലിയ പ്രതിസന്ധി വരുന്നത് കൊല്ലം, തിരുവനന്തപുരം എന്നിവിടങ്ങളിലായി. കാരണം ഇതായിരുന്നു അവരുടെ സ്ട്രോങ് ഹോൾഡ് ഉണ്ടായിരുന്നു. ആലപ്പുഴയും ഒരു പരിധി വരെ. അതെ, അപ്പോൾ അവിടെയൊക്കെ ഇനി UDFിന്റെ ഒരു ആധിപത്യത്തിലേക്ക് പോകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ. അപ്പൊ കയ്യിലിരുന്ന പലതും കൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ടെന്നാണോ? കയ്യിലിരുന്ന പലതും കൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ പിടിച്ചിരിക്കുന്ന 59 60 പോലും പുറകോട്ട് പോകാനല്ല മുൻപോട്ട് പോകാനുള്ള ഒരു ഗതി ഇപ്പോൾ വന്നിട്ടില്ല എന്ന് മാത്രമല്ല, വി ഡി സതീശൻ പറഞ്ഞ വിസ്മയങ്ങൾ ഇപ്പോൾ ഒന്നൊന്നായി പുറത്തേക്ക് വരുന്നതോടുകൂടി വി ഡി സതീശൻ ഇപ്പോൾ ഒരു കെ കരുണാകരനായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് കെ കരുണാകരൻ കൊണ്ടുവന്ന UDF എന്താണോ ആ UDF ഇപ്പോൾ വി ഡി സതീശന്റെ കയ്യിൽ ഭദ്രമായി എത്തിയിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, മാണി ഗ്രൂപ്പ് കൂടെ അപ്പുറത്ത് ചേർന്നതോടുകൂടി പഴയ അച്യുതാനന്ദൻ്റെ പീരീഡിൽ CPI ഉണ്ടായിരുന്നു എന്നുള്ളത് ഒഴിച്ചാൽ ആ കാലം കഴിഞ്ഞാൽ 79 ശേഷവും ഭദ്രമായി കെ കരുണാകരൻ ഈ മുന്നണിയെ കൊണ്ടുപോയിരുന്നത് പിന്നെ മാണി ഗ്രൂപ്പിൻ്റെ സ്വാധീനം കൊണ്ടാണ്, അവരുടെ പിൻബലം കൊണ്ടാണ്. കേരള കോൺഗ്രസിൻ്റെ ആ ഒരു പിൻബലം
UDFന് അത്യന്താപേക്ഷിതമാണ്. അതിൻ്റെ കുറവ് കാണാനും ഉണ്ടായിരുന്നു. ആ കുറവ് ഇപ്പോൾ വി ഡി സതീശൻ പരിഹരിച്ചിരിക്കുന്നു. 100, 101 മാറ്റാൻ തക്ക ഒരു കരുത്തിലേക്ക് വി ഡി സതീശൻ ഇപ്പോൾ വന്നിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നേണ്ടിയിരിക്കുന്നു. സതീശന് ശുക്രനാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു പിണറായിക്ക് ശനിയാണെന്ന് പറഞ്ഞു, പക്ഷെ സതീശന് ശുക്രനാണ്. സതീശൻ ശുക്രനിലേക്കാണ് പോകുന്നത്. ശുക്രദശ അടുത്തിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഓക്കെ. കാരണം 2026 ഇനി കൂടെയുള്ളവർ പാലം വലിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം മുഖ്യമന്ത്രിയിലെ പദത്തിലേക്ക് കയറുന്ന ലക്ഷണത്തിലേക്കാണ് പോകുന്നത്. ഓക്കെ. എന്തായാലും നമ്മൾ നോക്കുമ്പോൾ ഈ പല സ്ഥലങ്ങളിലും ഈ ഇതിന്റെ തിരുവിതാംകൂർ മേഖലയിൽ പല LDF സ്ട്രോങ് ഹോൾഡിലും വിള്ളലുണ്ടാക്കാൻ സാധിച്ചു. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ എറണാകുളത്ത് ശക്തമായ സാന്നിധ്യമുണ്ട്. എറണാകുളം ഒന്ന് ഇനി ഈസി വാക്ക് ഓവറാണ്. എറണാകുളത്തൊക്കെ എന്തെങ്കിലും, കോട്ടയത്ത് എറണാകുളത്തൊക്കെ എന്തെങ്കിലും കുറവുകൾ ഉണ്ടായിരുന്നെങ്കിൽ അതുപോലും പഴുതടച്ച് പരിഹരിക്കാൻ ഇപ്പൊ കഴിയും. തൃശ്ശൂർ പോലും. അതെ, പത്തനംതിട്ട, ഇടുക്കിയുടെ നല്ലൊരു ശതമാനം, കോട്ടയം, അതല്ല ഇപ്പോഴും അവരുടെ കൈ തന്നെ. എറണാകുളം, തൃശ്ശൂർ ഒരു പരിധിവരെ വയനാട് അവരുടെ കയ്യിലാണ്. മലപ്പുറം പൂർണ്ണമായും കയ്യിലാണ്. കോഴിക്കോടും കണ്ണൂരും ചില പ്രദേശങ്ങളിൽ വരെ ഈ ഒരു മാറ്റം വളരെ സ്വാധീനം ചെലുത്തും. ഇത് ശരിയായ രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ മലയോര പ്രദേശങ്ങളിൽ ഒരു വലിയ ഭാഗവും തീരദേശ പ്രദേശങ്ങളിൽ ഒരു വലിയ ഭാഗവും കൂടെ കയ്യിലേക്ക് UDF നേടി എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ. അതെല്ലാം ഈ രാഷ്ട്രീയ നീക്കുപോക്കുകളുടെ സഹായത്തോടു കൂടി കൂടുതൽ വിപുലപ്പെട്ടു പോകാനുള്ള സാധ്യത കൂടുകയാണ്. ഈ ഒരു സാഹചര്യം മറ്റൊന്നും കൂടെ ഉണ്ട്. ഇപ്പോൾ ഒരു ത്രികോണ മത്സരം ടൈറ്റായിട്ട് വരുന്ന, നമ്മൾ പറഞ്ഞിരുന്ന ഒരു 40-50 മണ്ഡലങ്ങൾ അവിടെ ടൈറ്റായിട്ട് വരുമെന്നുള്ളത് പോലും ഇപ്പോൾ വീക്കായി പോയാൽ UDFന് അത് ഈസി ആയിട്ട് പിടിച്ചടക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയാണ്. കാരണം BJP ജയിക്കും എന്ന് പറഞ്ഞ സ്ഥലങ്ങളിൽ പോലും ജയിക്കണമെങ്കിൽ മെച്ചപ്പെട്ട സ്ഥാനാർത്ഥി നിൽക്കുന്നതിനോടൊപ്പം അവിടെ UDF LDF ഒരുപോലെ വോട്ട് പിടിക്കണം. എങ്കിലേ ഈ BJPക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അതിൽ കൂടുതൽ വോട്ടുകൾ LDFന്റെ ഭാഗത്തു നിന്ന് തന്നെ കുറെ വോട്ടുകൾ UDF പിടിക്കുകയാണെങ്കിൽ ഒരു 10,000 വോട്ടിൻ്റെയൊക്കെ ലീഡ് വന്നാൽ പിന്നെ അവിടെ ഒരു ത്രികോണ മത്സരത്തിന്റെ സാധ്യത പോലും നഷ്ടപ്പെടുകയാണ്. കാരണം 3 പേരും കട്ടയ്ക്ക് നിൽക്കണം. അതിപ്പോ ഞാൻ പറയാം, ഒരു 1,80,000 വോട്ടുണ്ടെന്ന് വിചാരിക്കാം. ഇപ്പം പുതിയത് വന്നാൽ നമുക്ക് അറിയാൻ പറ്റില്ല. കാരണം ഇനിയിപ്പോ SIR വന്ന് എന്തൊക്കെ എത്ര കുറയുമെന്ന് അറിയില്ല. എങ്കിലും ഒരു 1.5 ലക്ഷം വോട്ട് പോൾ ചെയ്തു എന്ന് വിചാരിക്കുക. ഇത് 3 പേരും 50, ഏതാണ്ട് 50 വീതം പിടിക്കണമെങ്കിൽ, അങ്ങനെ പിടിച്ചാലേ ഇതിന് ഒരു ത്രികോണ മത്സരത്തിന്റെ ഒരു ലാഞ്ചന വരുള്ളൂ. ത്രില്ല് വരും. ഒരു 45,000 42,000 വോട്ടിനൊക്കെ BJP നിൽക്കുന്നിടത്ത് നല്ല സ്ഥാനാർത്ഥിയെ കൂടി നിർത്തിയാൽ ചിലപ്പോൾ 5% മുതൽ 10% വരെ വോട്ട് അവിടെ കൂടിയെന്നിരിക്കാം. ഇതാണ് മാക്സിമം വരാവുന്നത് ഒരു മികച്ച സ്ഥാനാർത്ഥി വന്നാൽ. അപ്പൊ ആ 10% വോട്ട് എന്ന് പറയുന്നത് ഒരു 10,000 വോട്ടാണെങ്കിൽ ആ 10,000 വോട്ട് കിട്ടിയാൽ 45-55 ആകണ്ടേ? 55 ആകുമ്പം ഇവിടെ LDFന് അത് കുറവ് വന്നു കഴിഞ്ഞാൽ ഈ 55 കൊണ്ട് 200, 300, 3,000-4,000 വോട്ടിന്റെ വ്യത്യാസത്തിൽ ജയിക്കുന്നത് ഇല്ലാതായി പോകും. കാരണം UDF അവിടെ 10,000 വോട്ട് ലീഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ 5,000 വോട്ട് കൂടുതൽ പിടിച്ചതുകൊണ്ട് പ്രയോജനമല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഇത് ഒരു പ്രതിസന്ധിയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അത് ഞാൻ ചോദിച്ചോട്ടെ, അതിന്റെ കുറച്ചുകൂടി നമ്മൾ മൈക്രോ ലെവലിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലകൾ, മുസ്ലിം ഭൂരിപക്ഷ മേഖലകൾ, ഇവയെല്ലാം തന്നെ ഒരു ത്രികോണ മത്സരത്തിലേക്ക് പോകാനുള്ള സാധ്യത തീരെ കുറവാണ്. ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ള മേഖലകളിൽ ആയിരിക്കും ഈ ത്രികോണ മത്സരം ശക്തമാവുക, അല്ലേ? തീർച്ചയായിട്ടും. അതായത് കൊല്ലം നമുക്കറിയാമല്ലോ, ഇപ്പൊ നമ്മൾ കണക്കൂട്ടിയാൽ പലതും അങ്ങനെയാണല്ലോ. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ പ്രദേശങ്ങളാണ് കൂടുതൽ വരുന്നത്. പിന്നെ പാലക്കാടിലെ 1-2 സ്ഥലങ്ങൾ, പിന്നെ കാസർഗോഡത്തെ 1-2 സ്ഥലങ്ങൾ പറയാനുള്ളൂ. ഈ സ്ഥലങ്ങളിൽ ഈ ഉദ്ദേശ രീതിയിൽ ത്രികോണം വന്നില്ലെങ്കിൽ, ഇപ്പോൾ 1.5 ലക്ഷം വോട്ടുണ്ട്, അതിൽ 50,000 വെച്ച് പിടിക്കുന്ന ഒരു സാഹചര്യം ഇപ്പൊ 42 നിൽക്കുന്ന അല്ലെങ്കിൽ 45 നിൽക്കുന്ന BJPക്ക് മികച്ച സ്ഥാനാർത്ഥി നിർത്തി ഒരു 10,000 വോട്ടിന്റെ 10%, 5-നും 10-നും ഇടയ്ക്കെന്ന് വിചാരിച്ചു, ഒരു 10,000 വോട്ടിന്റെ വ്യത്യാസം വന്നാലേ അത് 55 ആവുള്ളൂ. 55 ആയാൽ ഗുണം വരണമെങ്കിൽ മറ്റുള്ളവരും ഏതാണ്ട് അതുപോലെ പിടിച്ചാലേ പറ്റുള്ളൂ. അതിൽ നിന്ന് LDFന് വലിയ കുറവ് വന്നാൽ അത് BJP CPM-ലേക്ക്, UDF-ലേക്കാണ് പോവുക, കോൺഗ്രസിലേക്കാണ് പോവുക. അപ്പോൾ കോൺഗ്രസിന്റെ വോട്ട് 10,000-ത്തിന്റെ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ത്രികോണമില്ല. അവർക്ക് ഈ ഉദ്ദേശിക്കുന്ന നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ ചില ടൈറ്റ് ഫൈറ്റ് വരുന്ന പ്രദേശങ്ങളിലും ഒരു പ്രതിസന്ധി വരികയാണ്. ഇല്ലെങ്കിൽ ഇനി വരേണ്ടത് എല്ലാ ന്യൂനപക്ഷങ്ങളും ഒരു സൈഡിലേക്ക് പോവുകയും ഭൂരിപക്ഷം അമർത്തപ്പെടുന്നു എന്നുള്ള വേറൊരു സ്ലോഗൻ വരികയും അത്തരത്തിലൊരു കോൺസെൻട്രേഷൻ വരികയും അതിനുവേണ്ടിയുള്ള സന്ദർഭങ്ങൾ ഉണ്ടാകുകയും ചെയ്താലേ മാറ്റമുള്ളൂ. കാരണം അത് വരാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മോദി, അമിത്ഷാ വരുമ്പോഴേ അതിൻ്റെ ടെമ്പോ കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ. കാരണം ഇപ്പോൾ വലിയൊരു
മുസ്ലിം ലീഗിന്റെ ഉം. ഒരു ഉദ്ദേശം തന്നെ 5ാം മന്ത്രി തങ്ങൾക്ക് ചോദിക്കണമെങ്കിൽ ഇവിടെ ഒരു 2ഓ 3ഓ മന്ത്രി ചോദിക്കുന്ന ഒരു കേരള കോൺഗ്രസ് വേണം. ഇല്ലെങ്കിൽ നാളെ സംഭവിക്കാൻ പോണ എന്താ, കേരള കോൺഗ്രസും കൂടെ എതിർക്കും. അപ്പോൾ പള്ളിയും സഭയും ഹിന്ദുക്കളുടെ കൂടെ ചേർന്നുകൊണ്ട് എതിർക്കുന്ന സാഹചര്യം വരും. അപ്പം ലീഗിന് ചിലപ്പോൾ 5ാം മന്ത്രി ചോദിക്കുന്നതിനോ അതിനപ്പുറം ചോദിക്കുന്നതിനോ ഒരു പരിമിതി വന്നേക്കാം. അതുകൊണ്ടാണ് ലീഗ് വളരെ പാടുപെട്ട് മാണിയെ എന്ത് കാരണവശാലും ഇപ്പുറത്ത് എടുക്കണം, തങ്ങളുടെ പ്രദേശത്ത് വേണേലും സീറ്റ് കൊടുക്കുന്നതിന് കുഴപ്പമില്ല എന്നുള്ള നിലയിലേക്ക് വരെ അവർ വന്നിരിക്കുന്നത്. അപ്പോൾ മാണി എന്തായാലും ജോസ് കെ മാണി എന്തായാലും ഇപ്പുറത്ത് വരണം എന്നുള്ളതാണ്. ഇതിപ്പോൾ പിന്നെ റോഷി അഗസ്റ്റിനെ കൂടെ നിർത്തിയതുകൊണ്ട് മാത്രം വലിയ പ്രയോജനം ഉണ്ടെന്ന് തോന്നുന്നില്ല. കഷ്ടിച്ച് ചിലപ്പോൾ ഇടുക്കി അദ്ദേഹം പിടിച്ചടക്കിയേക്കാം. 2001 മുതൽ അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന സ്ഥലമാണ് LDF-നെ സംബന്ധിച്ച്. അത് ഇടുക്കി ചിലപ്പം അദ്ദേഹം നിലനിർത്തിയേക്കാം. പക്ഷെ മറ്റു പല സ്ഥലങ്ങളിലും അതിൻ്റെ ഗുണം ഉണ്ടാകുമോ എന്ന് കണ്ടറിയണം. മാത്രമല്ല ഇടുക്കിയും കോന്നിയും ചിലപ്പോൾ ഒരു അല്ലെങ്കിൽ കോന്നിയിലൊന്നും പറയാൻ പറ്റില്ല. കാരണം കോന്നിയിലൊന്നും അങ്ങനെ ഒരു കേരള കോൺഗ്രസിന്റെ അപ്രമാദിത്വം കൊണ്ട് കിട്ടിയതാണെന്ന് പറയാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അത് LDF-ന്റെ ഒരു സ്ട്രോങ് ഹോൾഡും കൂടെ ആണ്. ഇത് രണ്ടും കൂടെ മിക്സ് ആകുമ്പോഴേ ആ ഒരു ശക്തി കിട്ടുള്ളൂ. ഓക്കെ. ആ ഒരു MLA-യുടെ പിന്നെ ഞാൻ റോഷി അഗസ്റ്റിന് പറഞ്ഞ റോഷി അഗസ്റ്റിന് സ്വന്തമായ ഒരു പവറുണ്ട്. ആ ഒരു പവർ കോന്നിയിൽ ഇദ്ദേഹത്തിന് കിട്ടുമോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. ഓക്കെ. അപ്പം ആ ഒരു സാഹചര്യത്തിൽ പല LDF UDF ഫൈറ്റ് നടക്കുന്ന സ്ഥലങ്ങളിലും LDF-ന് നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അങ്ങനെ വരുമ്പോൾ 100-ന് പുറത്തേക്കോ പോകാൻ വരെ ഇപ്പോൾ PD സതീശന് സാഹചര്യം വരികയാണ്, BJP വലിയ തോതിൽ വോട്ടും കൂടെ പിടിക്കുകയാണെങ്കിൽ. അപ്പം അത് LDF-ന് വളരെ മോശമായ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. അല്ലെങ്കിൽ മറ്റൊരു കോൺസെൻട്രേഷൻ ഇവിടെ ന്യൂനപക്ഷ ഭൂരിപക്ഷം വിഷയം ഉയർന്നു വരണം. ആ ഒരു വിഷയം ഉയർന്നു വരാൻ സാധ്യത ഉണ്ടോ എന്നുള്ളത് കാലമാണ് തെളിയിക്കേണ്ടത്. അവസരങ്ങളുടെ കലയാണ് രാഷ്ട്രീയം. അതെ, അവസരങ്ങളുടെ കലയാണ്. ഈ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിലും മിടുമിടുക്കനാണ് പിണറായി വിജയൻ. അല്ല, അതിനിപ്പം എത്രത്തോളം ഏക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒന്നിനൊന്ന് അത് പിന്നെ ബുദ്ധിമുട്ടിലേക്ക് പോകുന്നു. വീക്കൺ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസ്യത എന്ന് പറയുന്നത് ഏതാണ്ട് നഷ്ടപ്പെട്ടോ എന്ന് സംശയിക്കേണ്ട ഒരു അവസ്ഥയിലേക്കും എത്തിയിരിക്കുന്നു. അദ്ദേഹം പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിലുള്ള അന്തരം കൂടി പോകുന്നു എന്ന് പലരിലും തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മന്ത്രിസഭയിൽ ഏറ്റവും മോശമായ വകുപ്പ് ആഭ്യന്തരമാണെന്ന് ഒരു കൊച്ചുകുട്ടി വരെ പറയുന്ന സാഹചര്യം വന്നിരിക്കുകയാണ്. തങ്ങൾക്ക് നീതി കിട്ടുന്നില്ല എന്നുള്ളത് സാധാരണ ജനങ്ങൾ വരെ പറയുന്നു. 2 വകുപ്പുകളാണ് ഏറ്റവും കൂടുതൽ പരാതി കേട്ടിട്ടുള്ളത്. ഒന്ന് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും ഒന്ന് ഹോം ഡിപ്പാർട്ട്മെൻറ്റും. ഈ 2 ഡിപ്പാർട്ട്മെൻറ്റുകളാണ് ഈ മന്ത്രിസഭയിൽ ഏറ്റവും മോശമായതും ഏറ്റവും ചീത്തപ്പേര് കേൾപ്പിച്ചതും. സാധാരണയിൽ വിദ്യാഭ്യാസ വകുപ്പൊക്കെയാണ് ഏറ്റവും കൂടുതൽ പഴി കേൾപ്പിക്കുന്നത്, അല്ലെങ്കിൽ റവന്യൂ, അല്ലെങ്കിൽ സിവിൽ സപ്ലൈസ്. ഇതൊക്കെ അവർ ഒരുവിധം മാനേജ് പോയി. കൃഷി, ഇതൊക്കെ ഒരുവിധം ഈ മന്ത്രിമാരൊക്കെ മാനേജ് ചെയ്തുകൊണ്ട് പോയെങ്കിൽ പോലും ഈ 2 വകുപ്പുകൾ പോലീസിൻ്റെ ഒരു നീതി നൽകുന്ന ഒരു സ്ഥാപനമാണെന്ന് തോന്നുന്ന വിധത്തിൽ ഒന്നും നടന്നിട്ടില്ല എന്ന് പൊതുജനങ്ങൾ മൊത്തത്തിൽ പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നു. ഇതൊക്കെ വരുന്ന ദിവസങ്ങളിൽ LDF-ന് എങ്ങനെ ഓവർടേക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതിനുള്ള സമയം കഴിഞ്ഞു പോയി. ഇനി 90 ദിവസം എന്ന് പറയുന്നത് ഇതാ ഇങ്ങ് എത്തിപ്പോയി. അതിനിടയ്ക്കൊരു വൃഥാവിലുള്ള ഇത്തരം ശ്രമങ്ങൾ തന്നെ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ നടത്തുന്ന ശ്രമം എനിക്ക് മനസ്സിലാകുന്നില്ല. 2004 മുതൽ 2014 വരെ മൻമോഹൻ സിംഗിൻ്റെ കാലഘട്ടങ്ങളിൽ LDF-ന് കൂടെ അവിടെ പ്രാതിനിധ്യം ഉണ്ടായിരുന്ന കാലത്ത് പോലും 74,000 കോടിയാണ് കേന്ദ്ര വിഹിതം കിട്ടിയിട്ടുള്ളതെന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് 2014 നരേന്ദ്രമോദി വന്ന് 2025 വരെയുള്ള കാലഘട്ടത്തിൽ 2,35,000 കോടി രൂപ നൽകി. ഏതാണ്ട് 3 ഇരട്ടി, ഇവിടെ 3 ഇരട്ടി കൂടുതൽ പണം കേന്ദ്രം കൊടുത്തിട്ടുണ്ട് എന്ന് അവർ കണക്കുകൾ സഹിതം പറയുകയാണ്. അതുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് ഞാൻ വെല്ലുവിളിക്കാൻ തയ്യാറാണ്, സംവാദത്തിന് തയ്യാറുണ്ടോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ആ സമരങ്ങളൊക്കെ പ്രഹസനമായും, അത് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ഒരു സമരം എന്ന് പറയുന്നത് തന്നെ ശരിയായതാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടതാണ്. അദ്ദേഹം ഇതിന് പകരം ഡൽഹിയിൽ പോയി മന്ത്രിമാരെ കണ്ട് പ്രതിഷേധം അറിയിക്കുന്നതിനായിട്ട് പോകുകയാണെന്ന് പറഞ്ഞ് പോയെങ്കിൽ പോലും ഇതിനേക്കാൾ കൂടുതൽ കവറേജും മറ്റും കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും വെളുക്കാൻ തേച്ചതെല്ലാം പണ്ടായി പോകുന്ന ഒരു സാഹചര്യം ഇത് LDF-ന് എങ്ങനെ നേരിടാൻ കഴിയുമെന്നുള്ളത് കണ്ടറിയുന്നതാണ്. കാണണം. ഇതിപ്പോൾ BJP-യുടെ കാര്യത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ BJP അങ്ങ് പറഞ്ഞു ഒരു വീക്കൻ ചെയ്യപ്പെടുന്ന സാഹചര്യം ഇത് മൂലമുണ്ടായേക്കും. അതായത് കട്ട ത്രികോണം വന്നിട്ട് അവിടുന്ന് നമ്മുടെ സ്ഥാനാർത്ഥിയുടെ മികവ് കൊണ്ട് ജയിക്കാം എന്നുള്ളിടത്ത് ചിലപ്പോൾ ഒരു ഷോർട്ട് ഫോൾ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ തിരുവനന്തപുരത്ത് 2-3 സീറ്റുകൾ നിഷ്പ്രയാസം കിട്ടിയേക്കാം. അതിന് പ്രശ്നം വരാൻ വഴിയില്ല BJP-ക്ക്. അതുപോലെ കായംകുളം ചിലപ്പോൾ ഇതുപോലെ എണ്ണപ്പെട്ട ചില പ്രദേശങ്ങൾ
കിട്ടിയേക്കാമെന്നല്ലാതെ BJP ഉദ്ദേശിക്കുന്ന ഒരു ഹൈപ്പിലേക്ക് വരണമെങ്കിൽ വേറൊരു പോളറൈസേഷൻ ഉണ്ടാവണം. ആ പോളറൈസേഷനും പറ്റിയ സമയമാണ് എന്ന് തോന്നുന്നു. കാരണം ഇനി വരാൻ പോകുന്നത് ന്യൂനപക്ഷ ഭൂരിപക്ഷ ഒരു ദ്വന്ദ്വയുദ്ധത്തിനാണോ എന്ന് സംശയിക്കേണ്ടി, രാഷ്ട്രീയ ദ്വന്ദ്വയുദ്ധത്തിനാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം പവർ കുറേ നാളായിട്ട് ഭൂരിപക്ഷം ഇല്ല ഇവിടെ, 50-50 ആണ്. എന്നാൽ പോലും നമ്മൾ വിളിക്കുന്നത് 50% ഹിന്ദുക്കളെ ഭൂരിപക്ഷമെന്നും 50% ന്യൂനപക്ഷത്തെ ന്യൂനപക്ഷമെന്നുമാണ് വിളിക്കുന്നത്. അപ്പോൾ ഏതാണ്ട് തുല്യമാണ്, 1-2 ശതമാനത്തിൻ്റെ വ്യത്യാസമായിരിക്കും കൂടിപ്പോയാൽ നമുക്ക് പറയാൻ കഴിയുക. അപ്പോൾ അതിൽ ഒരു ബാലൻസ് ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെ ഇനി UDFൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയം കൂടെ വരുമ്പോൾ അതറിയാൻ പറ്റുള്ളൂ. കാരണം ഇപ്പം 140 പേരെ നിർത്തുമ്പം അതിൽ 70 എങ്കിലും പിന്നെ ഈ ഭൂരിപക്ഷം എന്ന് പറയുന്ന വിഭാഗത്തിൻ്റെത് ഉണ്ടോ എന്നൊക്കെ ആൾ നോക്കിയിരിക്കുകയാണ്. അതെ അതെ അതെ, ഇതൊക്കെ വലിയ ചോദ്യചിഹ്നമാകുന്ന കാര്യങ്ങളാണ്. 70 സീറ്റിലെങ്കിലും, അതായത് ഡെമോഗ്രാഫി പറഞ്ഞെങ്കിലും 70 സീറ്റിലെങ്കിലും ഇവിടുത്തെ പിന്നെ വെള്ളാപ്പള്ളി പറയുന്ന പോലെ പിന്നെ ഭൂരിപക്ഷ സമുദായത്തിനും പിന്നോക്കക്കാരനും പിന്നെ എല്ലാം ഒരു അക്കോമഡേഷൻ കൊടുക്കാൻ UDFന് കഴിയുമോ എന്നുള്ളത് ഒരു പ്രശ്നമാണ്. സീറ്റ് വിഭജനം വന്നാലേ അറിയാവുള്ളൂ. അത് എത്രത്തോളം ബാക്ക് ഫയർ ചെയ്യുന്നൊക്കെ അറിയില്ല. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞ രാഷ്ട്രീയം സാധ്യതകളുടെ കലയാണ്. ഈ ഇക്വേഷനൊക്കെ എപ്പോൾ വേണോ മാറാം. അപ്പോൾ മറിയാനുള്ള മിടുക്കുള്ളവരാണ് അമിത്ഷായും നരേന്ദ്രമോദിയൊക്കെ. അവരൊക്കെ വന്ന് എന്ത് ചെയ്യും? പിണറായി വിജയൻ ഇനി അവസാന നിമിഷത്തിൽ എന്താണ് പുതിയ തന്ത്രം കയ്യിൽ വെച്ചിരിക്കുന്നത് അറിയില്ല. എഴുത്തള്ളാൻ സാധിക്കില്ല, പൂർണ്ണമായിട്ട് എഴുത്തള്ളാൻ കഴിയില്ല. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഒരു പ്രതിസന്ധിയിലാണ്, അദ്ദേഹം ഒരു ശരശയിൽ ആണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ നീക്കം. അതായത് കേന്ദ്രത്തിനെതിരെ സമരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ന്യൂനപക്ഷത്തിനെ പിടിക്കാൻ വേണ്ടി കേന്ദ്രത്തിനെതിരെ സമരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ന്യൂനപക്ഷത്തിന്റെ ഭാഗത്ത് മാണി തന്നെ പാലം വലിച്ചിരിക്കുന്നു. ജോസ് കെ മാണി തന്നെ പാലം വലിച്ചിരിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് വലിയൊരു അടിയാണ്. ആ അടിയിൽ നിന്ന് റോഷി അഗസ്റ്റിനെ മാത്രം വെച്ചിട്ട് അദ്ദേഹത്തിന് റിക്കവർ ചെയ്യാൻ കഴിയില്ല. അത് അദ്ദേഹം ഈ സമരം തന്നെ നടത്തിയതിനാണ്. ന്യൂനപക്ഷങ്ങളിലേക്കുള്ള വോട്ട് എനിക്ക് കുറവുണ്ട്, ആ കുറവ് പരിഹരിക്കണമെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്ന് ഉണ്ണാമൃതം എടുത്ത് നരേന്ദ്രമോദിയെ ഇച്ചിരി വഴക്ക് പറയണം, ശാസിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് അദ്ദേഹം അവിടെ പോയി ഇരുന്നത് തന്നെ. അപ്പം അങ്ങനെ ഒരു ന്യൂനപക്ഷത്തിൻ്റെ ഒരു സ്നേഹം എന്നോട് വന്നെങ്കിലോ, RSS എന്ന് പറയുന്നത് കോൺഗ്രസ് അണിയുന്ന ആഭരണമാണെന്ന് വരെ അദ്ദേഹം ആ പ്രസംഗത്തിൽ പറയുകയുണ്ടായി. ഇടയ്ക്കൊക്കെ ആവശ്യം വരുമ്പോഴെടുത്ത് അണിയുന്ന ആഭരണമാണ് RSS എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എന്ന് അദ്ദേഹം ആ പ്രസംഗത്തിലൊക്കെ പറഞ്ഞത്. ന്യൂനപക്ഷങ്ങളെ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരൂ എന്നുള്ളതാണ്. ആ സമയത്ത് തന്നെ ഇങ്ങനെ പാലം വലിച്ചുകൊണ്ട് ജോസ് കെ മാണി പോയത് അദ്ദേഹത്തിന് വലിയ ക്ഷീണം തന്നെയാണ്. അദ്ദേഹം അപ്രതീക്ഷിതമായ ഈ അടിയിൽ നിന്ന് ഇനി എന്താണ് അടുത്ത നീക്കം എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അതെ, കുഞ്ഞുമാണി കൊടുത്ത അടി വലിയ പിണറായിക്ക് ശക്തമായ പ്രഹരമാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്നാണ് ഈ ചർച്ച പറഞ്ഞു വെക്കുന്നത്. അത് വീണ പിണറായിക്ക് മേൽ മറ്റൊരു പ്രഹരമായി മാറുകയായിരുന്നു. ആ വീഴ്ചയിൽ നിന്നും അദ്ദേഹത്തിന് എഴുന്നേൽക്കുവാൻ അധികം എളുപ്പത്തിൽ സാധിക്കില്ല എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഒരേ സ്വരത്തിൽ പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ ന്യൂനപക്ഷങ്ങളിൽ ഒരു വിഭാഗം പോലും അവർക്കൊപ്പമില്ല എന്ന ഒരു സാഹചര്യം വന്നിരിക്കുകയാണ്. ക്രിസ്ത്യൻ വിഭാഗത്തിലെ നല്ലൊരു ശതമാനം വോട്ടും മാണി കോൺഗ്രസിനെ ഒപ്പം നിർത്തിക്കൊണ്ട് കൈപ്പിടിയിലൊതുക്കാം എന്ന ലക്ഷ്യത്തിനാണ് ഇവിടെ തിരിച്ചടിയേറ്റിരിക്കുന്നത്. ഇനി പൊരുതുവാനുള്ളത് ചെറിയ ഇടങ്ങൾ മാത്രം. അങ്കത്തട്ട് ചുരുങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം. മറുവശത്ത് ശുക്രൻ ഉദിച്ച പോലെ VD സതീശൻ സാക്ഷാൽ തച്ചോളി ഉദയനനെ പോലെ മറിഞ്ഞും തിരിഞ്ഞും വെട്ടി എതിരാളികളെ തുരത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു പ്രതീതിയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 90 ദിവസം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ ഒരു വലിയ കാലയളവാണ്. നാളെ ചിത്രം മാറിമറിയാം. അടവുകൾ മറ്റൊന്നുമായി തിരികെ എത്താൻ ശ്രമിക്കും പിണറായി വിജയൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൂടാതെ മൂന്നാമതൊരു കക്ഷി കൂടിയുണ്ട്, NDA. BJP നേതൃത്വം നൽകുന്ന NDAയും നമുക്ക് എഴുതിത്തള്ളാൻ സാധിക്കില്ല. ഇവിടെ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകും. അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ ശക്തമായി ആഞ്ഞടിക്കും. അവിടെ അവർക്ക് വിജയം നേടാൻ സാധിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസവുമായി അവർ മുന്നോട്ട് പോവുകയാണ്. പോരാത്തതിന് അമിത്ഷായും അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേരളത്തിലേക്ക് വരുന്നുമുണ്ട്. ഇരുവരും വരുന്നത് വെറുതെയല്ല. അവരുടെ കയ്യിലുണ്ട് ആയുധങ്ങൾ, കരുത്തുറ്റ രാഷ്ട്രീയ ആയുധങ്ങൾ. ആ വാക്കുകൾ അതിവിടെ എത്രത്തോളം വലിയ പ്രകമ്പനമാണ് സൃഷ്ടിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അതുകൂടിയാകുമ്പോൾ ഇനി പിണറായിയുടെ അവസ്ഥ എന്ത് എന്ന് നമുക്ക് അന്നേരം നോക്കേണ്ടി വരും.
വളരെയധികം നന്ദി സർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റിന്റെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.